ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് അവലാണ്. ഞാനിവിടെ 1/2 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. മട്ട അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വെള്ള അവിലുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. നല്ലപോലെ റോസ്റ്റഡ് അവലാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ തണുത്തൊക്കെ ഇരിക്കുന്ന അവിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം വേണം അതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ 1/2 കപ്പ് അവൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 4 ടീസ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കര വേണമെങ്കിൽ ശർക്കരയും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഈ അവിലും പഞ്ചസാരയും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, നല്ല പോലെ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള അവിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് നന്നായി പഴുത്തൊരു നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേന്ത്രപ്പഴവും അവിലും നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെയാണ് കേട്ടോ ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം അവിലും പഞ്ചസാരയും നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം വേണം പഴം ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായി പഴുത്ത നേന്ത്രപ്പഴമാണ് ചേർത്തിട്ടുള്ളത്. വേറെ ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. മൈദപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയാണെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്തെടുത്ത ശേഷം കയ്യിലേക്ക് ലേശം നെയ്യോ വെളിച്ചെണ്ണയോ ആക്കി കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഞാനിതിപ്പോൾ ഒരു നേന്ത്രപ്പഴമൊക്കെ ചേർത്തത് കൊണ്ടാണ് കേട്ടോ നമുക്ക് 1/4 കപ്പ് മൈദയുടെ ആവശ്യം വന്നിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ 2 നേന്ത്രപ്പഴമൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ മൈദപ്പൊടി ചേർക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് പഴത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം മൈദപ്പൊടി എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ട് സെറ്റാക്കി എടുത്ത ശേഷം കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കയ്യിൽ ലേശം വെളിച്ചെണ്ണ നെയ്യൊക്കെ ആക്കി കൊടുത്തിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കുകയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇത് ഈ കുഴച്ചെടുത്ത മാവിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കുക കേട്ടോ. കുറച്ച് നീളത്തിലോ റൗണ്ടിലോ അങ്ങനെയൊക്കെ ആക്കിയെടുക്കുക. ഞാൻ ജസ്റ്റ് ചെറിയൊരു ഇതുപോലെ നമ്മൾ ഗുലാബ് ജാമൊക്കെ വാങ്ങുന്ന ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ ആക്കി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ലേശം എള്ളും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് എള്ള് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് വെളുത്ത എള്ളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒരു ഷേപ്പ് ആകുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും. നല്ല പോലെ തന്നെ കൈ വെച്ചിട്ട് കുഴച്ചിരിക്കണം കേട്ടോ. പിന്നെ മുകളിലായിട്ട് ഞാൻ കുറച്ചിങ്ങനെ എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് എള്ള് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കുക. ഒരുപാടാക്കാതെ ലേശം അവിടെ കാണുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ആക്കിയെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഇത് വീർത്ത് വരും കേട്ടോ. നമ്മൾ അവിലാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് വീർത്ത് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എള്ളൊക്കെ നല്ല പോലെ എല്ലാ സൈഡും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലാതെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ ഉള്ളൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുത്തത് ഓരോന്നും മുകളിലേക്ക് പൊന്തി വരുന്ന കണ്ടില്ലേ, അത്യാവശ്യം കുറച്ച് വീർത്ത പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ട് തിരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാ സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഓരോ സൈഡും കളർ മാറി വന്നു കഴിഞ്ഞാൽ ഓരോ സൈഡായിട്ട് ഇങ്ങനെ നമ്മൾ സ്പൂൺ വെച്ച് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നന്നായിട്ട് തന്നെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അധികം എണ്ണ കുടിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പുറം ഭാഗം കുറച്ച് മുരിഞ്ഞിട്ടാണെങ്കിലും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പഴവും അവിലും കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഉള്ളൊന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.